പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കഴിഞ്ഞ 2 ബജറ്റുകളിലും പ്രഖ്യാപിച്ചെങ്കിലും ഈ പദ്ധതി തുടരുമെന്ന് സത്യവാങ്മൂലം നൽകി വീണ്ടും സർക്കാർ വായ്പെടുക്കുകയാണ്. 2000 കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാരിന് സത്യവാങ്മൂലം നൽകി വായ്പെടുക്കുന്നത്. ശമ്പളത്തിൻ്റെയും ക്ഷാമബത്തയുടെയും 10% തുക ജീവനക്കാരും 10% സർക്കാരുമാണ് പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ സർക്കാർ ഓരോ വർഷവും അടയ്ക്കുന്ന വിഹിതമാണ് NPS-ലേക്ക് പോകുന്നത്. കേന്ദ്രവും ഒട്ടേറെ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയതുപോലെ ഉയർന്ന വിഹിതം പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടും ഇല്ല. പകരം ഒരു പദ്ധതിയെ പറ്റിയിട്ട് പഠിക്കാൻ ധനമന്ത്രിയും നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അംഗങ്ങളായ സമിതിയെ നിയമിച്ചെങ്കിലും ഇതുവരെ ഇവർക്ക് അതിൽ തീരുമാനമൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ആകെയുള്ള 5.25 ലക്ഷം ജീവനക്കാരിൽ 1.98 ലക്ഷം പേർ NPS പദ്ധതിക്ക് കീഴിലാണ് വരുന്നത്. ആദ്യം കേന്ദ്രവും പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളും പദ്ധതിയിലെ സർക്കാർ വിഹിതം 14% വർദ്ധിപ്പിച്ചു. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും 10% മാത്രമാണ് സർക്കാർ വിഹിതം നൽകുന്നത്. സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതി ശുപാർശ ചെയ്തിട്ട് പോലും വിഹിതം കൂട്ടാൻ വേണ്ടിയിട്ട് കേരളം തയ്യാറായിട്ടില്ല. വിരമിക്കുമ്പോഴുള്ള ഗ്രാറ്റുവിറ്റിയും കേരളം ഇതുവരെ അനുവദിച്ചിട്ടില്ല.